കർത്താവിൽ പ്രിയരെ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ നോമ്പ് യാത്രയുടെ 18ാം ദിവസത്തിലാണ് ദൈവകൃപയാൽ നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വിശുദ്ധ നോമ്പിലെ ധ്യാനത്തിൻ്റെ കേന്ദ്രവചനം, നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു. അങ്ങനെയാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യം. ആ തിരുവചനമാണ് ഇന്ന് അല്പനേരത്തെ ധ്യാന തിരുവചനമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വചനം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇത് ഒരു സാധാരണ വാക്കല്ല. ഇത് മനുഷ്യന്റെ ആത്മീയ കാഴ്ചയെക്കുറിച്ചുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ്. എന്താണ് ആത്മീയ കുരുടത്വം എന്ന് പറഞ്ഞാൽ, പ്രിയരെ, മനുഷ്യന് 2 രീതിയിലുള്ള കണ്ണുകളുണ്ട്. ഒന്ന് ശരീരത്തിൻ്റെ കണ്ണ്, മറ്റൊന്ന് ആത്മാവിൻ്റെ കണ്ണ്. ശരീരത്തിലെ കണ്ണുകൊണ്ട് നാം ഈ ലോകത്തെ കാണുന്നു. ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് ദൈവത്തെ കാണുന്നു. ആമേൻ. വിശുദ്ധ യോഹന്നാൻ 9-ാം അധ്യായത്തിൽ ജനനം മുതൽ കുരുടനായ ഒരു മനുഷ്യനെ കുറിച്ച് ക്രിസ്തു അവനെ സൗഖ്യമാക്കുന്നതായും നാം കാണുന്നുണ്ട്. അവൻ ശരീരത്തിൽ കുരുടനായിരുന്നു, എന്നാൽ അവൻ ഹൃദയത്തിൽ തുറന്ന മനുഷ്യനായിരുന്നു. പക്ഷേ അവനെ ചോദ്യം ചെയ്ത പരീശന്മാർ, അവർക്ക് കണ്ടുണ്ടായിരുന്നു, പക്ഷേ അവർ സത്യത്തെ കാണുവാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ പാപമില്ലായിരുന്നു എന്ന്. അതിൻ്റെ അർത്ഥം, അറിയാതെ ചെയ്യുന്ന പാപം ദൈവം തമ്പുരാൻ കരുണയോടെ കാണുന്നു. പക്ഷേ അറിയാമെന്ന് കരുതി സത്യത്തെ നാം തള്ളിക്കളയുന്നത് അതൊരു വലിയ അപകടകരമാണ്. ആത്മീയ അഭിമാനം. പരീശന്മാരുടെ വലിയ ഒരു പ്രശ്നം അഭിമാനമായിരുന്നു. അവർ കരുതിയത്, ഞങ്ങൾ നിയമമറിയുന്നു, ഞങ്ങൾ ദൈവത്തെ അറിയുന്നു, ഞങ്ങൾ ശരിയാണ്. പക്ഷേ അവരുടെ ഹൃദയം അടഞ്ഞിരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ക്രിസ്തു പറയുന്നു, കുരുടർ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴുമെന്നാണ്. ഇത് ആത്മീയ അഭിമാനത്തിൻ്റെ അപകടം കാണിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കാം. നാം ചിലപ്പോൾ കരുതുന്നു, ഞാൻ നല്ല ക്രിസ്ത്യാനിയാണ്, ഞാൻ ദേവാലയത്തിൽ പോകുന്നുണ്ട്, ഞാൻ സഭ കൽപ്പിക്കുന്ന വിശുദ്ധമായ നോമ്പ്, ഉപവാസം, വിശുദ്ധ കുർബാന, പ്രാർത്ഥന എന്നിവ അനുഷ്ഠിക്കുന്നു, ഞാൻ അതിലെല്ലാം പങ്കുചേരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷേ ചോദ്യം, നമ്മുടെ ഹൃദയം ദൈവത്തിനായി തുറന്നിടുന്നുണ്ടോ? കാഴ്ച ലഭിച്ച കുരുടൻ, ജനനം മുതൽ കുരുടനായ ആ മനുഷ്യൻ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പ്രഭു, ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമുക്ക് ഒരു വലിയ പാഠമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ ശരീരത്തിൽ മാത്രമല്ല ആത്മാവിലും കാഴ്ച ലഭിച്ചു എന്നാണ്. അവൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. ഈ വിശുദ്ധ നോമ്പ് ആത്മീയ കണ്ണ് തുറക്കുവാനുള്ള സമയമാണ്. ഈ വിശുദ്ധ നോമ്പ് എന്ന് പറയുന്നത് ഹൃദയം ശുദ്ധീകരിക്കണം, പാപം
വിട്ടുമാറൽ, ദൈവത്തെ വീണ്ടും കണ്ടെത്തൽ, അങ്ങനെയുള്ള ഒരു അനുഭവമാകണം ഈ വിശുദ്ധ നോമ്പുകാലം. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ഈ വിശുദ്ധ നോമ്പുകാലം നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കുവാനുള്ള സമയമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള കുരുടത്വം എന്താണെന്നറിയാമോ? നമ്മൾ ചിലപ്പോൾ കാണാതെ പോകുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുടെ വേദന, നമ്മുടെ പാപങ്ങൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇവ മൂന്നുമാണ് നമ്മുടെ ജീവിതത്തിലുള്ള കുരുടത്വം. നീ സമ്പന്നൻ എന്ന് കരുതുന്നു, എന്നാൽ നീ ദരിദ്രനും കുരുടനുമാണെന്ന് അറിയുന്നില്ല എന്നാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഈ വചനം നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. ക്രിസ്തു നൽകുന്ന യഥാർത്ഥ കാഴ്ച, ക്രിസ്തു ലോകത്തിൽ വന്നത് കുരുടന്മാർക്ക് കാഴ്ച നൽകുവാനാണ്. അതാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നാണ്. വെളിച്ചം വന്നാൽ ഇരുട്ട് മാറും, അത് നിശ്ചയമാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പാപത്തിന്റെ ഇരുട്ട് മാറും. പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ നോമ്പുകാലം നമുക്ക് നമ്മോട് ചോദിക്കാം, ഞാൻ സത്യത്തിൽ ദൈവത്തെ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കാണുന്നു എന്ന് കരുതുന്ന ഒരു കുരുടനാണോ? നിങ്ങൾ വിശ്വാസത്തിൽ ഉണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വചനത്തിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ്. ശരീരത്തിലെ കുരുടത്വം അത് അപകടകരമല്ല, പക്ഷേ ആത്മീയ കുരുടത്വം അത് വലിയ അപകടകരമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം, പ്രഭുവേ, എൻ്റെ കണ്ണുകൾ തുറക്കണമേ. നിന്റെ സത്യത്തെ കാണുവാൻ, നിന്റെ നിയമത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ തമ്പുരാനെ. കർത്താവായ യേശു തമ്പുരാനെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ കാണുവാനും നിന്റെ സ്നേഹം തിരിച്ചറിയുവാനും കൃപ നൽകണമേ. ഈ വിശുദ്ധ നോമ്പുകാലത്ത് ഞങ്ങൾ ആത്മീയമായി പുതുക്കപ്പെടട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.